എന്നിട്ടുള്ളത് നാരായണ വിദ്യാലയത്തിലേക്കാണ്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്. നിങ്ങൾ മുന്നിൽ കാണുന്നത് വട്ടനാലാണ്. വട്ടനാല് സൗത്ത് പെരുവണ്ണ. ഒരുപാട് ഓർമ്മകളുണ്ട്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട നാരായണ വിദ്യാലയം. എല്ലാവർക്കും ഈ ഒരു വിദ്യാലയം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു വ്യത്യാസവുമില്ല. കുറച്ച് പെയിൻറ്റ്, അതുപോലെ തന്നെ ചില്ലറ മാറ്റങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ഈ വിദ്യാലയം ഇവിടെ സ്ഥിതി കൊള്ളുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിദ്യാലയത്തിന് യാതൊരു വ്യത്യാസമില്ല. ഈ ബോർഡും പെയിൻറ്റും ഈ മുകളിലേക്ക് എടുത്തതൊക്കെ ഈ 2 ബിൽഡിങ്ങുകൾ, താഴെ കാണുന്ന 2 ബിൽഡിങ്ങുകളാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ബിൽഡിങ്ങിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് ടീച്ചേഴ്സ്, അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ കുറേയൊക്കെ പോയി. ഇതൊക്കെ ഞാൻ പഠിച്ച ക്ലാസ് റൂമുകളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് അനുഭവങ്ങളാണ്. ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ച് 3 സ്കൂൾ മാറി പഠിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിലെ സ്കൂളും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ പഠിച്ച 2 സ്കൂളുകളും അവിടുത്തേക്കൊക്കെ മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഈ ഒരു സ്കൂള് ഇവിടുന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല. വന്നപ്പോൾ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വേദന എനിക്കത് താങ്ങാൻ പോലും കഴിയില്ല. അത്രയേറെ അനുഭവങ്ങളാണ്. ടീച്ചർമാരായിക്കോട്ടെ, മാഷ്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു കുട്ടികളായിക്കോട്ടെ, വല്ലാത്തൊരു ഒരുമയും വാത്സല്യവും സ്നേഹവുമാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ 100% ഉത്തരവാദിത്തം പുലർത്തിയിരുന്നു. അതുമാത്രമല്ല, സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച് സംരക്ഷിച്ചിരുന്നു. ഇവിടെയായിരുന്നു ഭക്ഷണം കഴിക്കുന്ന കഞ്ഞിപ്പുര എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു പണ്ട്. അന്ന് ഇത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും സ്കൂൾ ബസ്സിന് ഞങ്ങൾ പണ്ട് പേരിട്ടിരുന്നതാണ് പറക്കുംതളിക, വനമാല എന്നൊക്കെ. ഇന്നൊക്കെ ഇവിടെ 3 സ്കൂൾ ബസ്സായി. ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു വലിയൊരു ബസ്സുണ്ടായിരുന്നു, ഒരു പറക്കുംതളിക ഉണ്ടായിരുന്നു, ഒരു വനമാല ഉണ്ടായിരുന്നു. പഴയ ബിൽഡിങ്ങാണ് ഞാനൊക്കെ പഠിച്ചത്. അതിനൊന്നും ഒരു മാറ്റമില്ല. ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഈ ഓളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഗ്രൗണ്ട് കേട്ടോ. വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ക്ലാസ്സൊന്നും നടക്കുന്നില്ല. അതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയുമല്ലോ. ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മറക്കാൻ കഴിയാത്ത, ഒരു മറക്കാൻ കഴിയാത്തൊരു ഗ്രൗണ്ടാണ്. കൂട്ടുകാരത്ത് ഒരുപാട് കളിച്ചുല്ലസിച്ചൊരു ഗ്രൗണ്ടാണ്. ഫുട്ബോൾ കളിച്ചിട്ടും സംസാരിച്ചിട്ടും സൊറ പറഞ്ഞിട്ടും, അതുപോലെ തന്നെ റെസ്ലിങ് പണ്ട് കാലത്ത് മെയിൻ ഹരമായിരുന്നു. അതിൻ്റെയൊക്കെ കൂട്ടം കൂടിയിട്ടൊക്കെ വല്ലാത്തൊരു ത്രില്ലിംഗ് ആയിരുന്നു. അങ്ങേ അറ്റം കാണുന്നില്ലേ നിങ്ങൾ, അവിടെ ആയിരുന്നു ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പട്ടയൊക്കെ നിരത്തിയിട്ട് വലിച്ചു കൂട്ടിയിട്ട് ഓരോരുത്തരും ഓരോ പാത്രത്തിൽ ഓരോ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരും. അതൊക്കെ ഒരുമിച്ച് പങ്കിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരകരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.